AD എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം തന്നെ അനോ ഡൊമിനി എന്നാണ്. രക്ഷകന്റെ പുണ്യ അവതാരം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. BC എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിന് മുമ്പ്. ചരിത്രം തന്നെ രണ്ടായി കീറി മുറിക്കപ്പെട്ടു. ഒരിക്കൽ ഒരു സ്ഥലത്ത് ഒരു രാജാവും അദ്ദേഹത്തിന് ഒരു മോനും ഉണ്ടായിരുന്നു. ഒരിക്കൽ രാജാവ് ഇപ്രകാരം മോനോട് പറഞ്ഞു, അവൻ യുവാവായ സമയത്ത്, മോനെ, നിനക്ക് നിന്റെ ഉത്തമയായുള്ള ഒരു ജീവിത സഖിയെ നീ തന്നെ കണ്ടെത്തണം. ഒരു കാര്യം ഓർക്കുക, നീ കണ്ടെത്തുന്ന ജീവിത സഖി നിസാര ഒരു ആളായിരിക്കുകയില്ല. അവൾ ഒരു രാജ്യത്തെ ഭരിക്കേണ്ടുന്ന ഒരു രാജ്ഞിയായിട്ട് ഇരിക്കേണ്ടവളാണ് നിന്റെ പത്നിയാകുന്നതോടൊപ്പം തന്നെ. ഈ പിതാവിന്റെ ആജ്ഞ അനുസരിച്ച് രാജകുമാരൻ ഇങ്ങനെ പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചു. അദ്ദേഹത്തിന്റെ രാജവേഷവും കുതിരയുമൊക്കെ ആയിട്ട് യാത്ര തിരിച്ചു. പലയിടങ്ങളിൽ പോയി രാജ്യത്തിന്റെ പല കോണുകളിലും സഞ്ചരിച്ച് അദ്ദേഹത്തിന് മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിയെ കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല. വീണ്ടും ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ സാധാരണ ആളുകൾ താമസിക്കുന്ന ഒരു കൃഷിയിടത്തിലുള്ള ഒരു ഗ്രാമപ്രദേശത്തിലേക്ക് അദ്ദേഹം എത്തിപ്പറ്റി. ആ ഗ്രാമത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ അവിടെയുള്ള സുന്ദരിയായ ഒരു യുവതിയെ അദ്ദേഹം കണ്ടു. അവളിൽ അദ്ദേഹം ആകർഷിതനായി. അവളെ അദ്ദേഹത്തിന് ധാരാളം ഇഷ്ടമായി. അദ്ദേഹം തീരുമാനിച്ചു, എനിക്ക് വിവാഹം കഴിക്കുവാനായിട്ടുള്ള പെൺകുട്ടി ഇവൾ തന്നെയാണ്. പക്ഷേ 2 ചോയ്സാണ് അദ്ദേഹത്തിന്റെ മുമ്പിലുള്ളത്. ഒന്ന്, അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ അധികാരം ഉപയോഗിച്ച്, രാജകൽപ്പന ഉപയോഗിച്ച് എന്റെ ഭാര്യയായി നീ തീരണമെന്നുള്ള കൽപ്പനയോടുകൂടി അവളെ സ്വീകരിക്കാം. എന്നാൽ അതിന് അദ്ദേഹം മുതിർന്നില്ല. കാരണം അദ്ദേഹം മനസ്സിലാക്കി, സ്നേഹം ഒരിക്കലും പിടിച്ചു വാങ്ങുവാനുള്ളതല്ല. അങ്ങനെ മനസ്സിലാക്കി അദ്ദേഹം വീണ്ടും രാജകൊട്ടാരത്തിലേക്ക് പോയി. അതിനുശേഷം തന്റെ കുതിരയെയും തന്റെ രാജവേഷഭൂഷാദികളെയെല്ലാം അവിടെ ഉപേക്ഷിച്ചതിന് ശേഷം ഈ ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ അദ്ദേഹം വന്നത് തന്റെ വേഷഭൂഷാദികളെല്ലാം വിട്ട് ഈ ഗ്രാമത്തിൽ ഉള്ളവരിൽ ഒരാളായി തീർന്നു. അവരുടെ വസ്ത്രമണിഞ്ഞ് അവരുടെ ഭാഷ സംസാരിക്കുന്നവനായി അവരിൽ ഒരാളായിട്ടാണ് അദ്ദേഹം അവരുടെ ഇടയിലേക്ക് എത്തിയത്. അവർക്കാർക്കും അദ്ദേഹത്തെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. എവിടെ നിന്നോ അവിടെയുള്ള ഒരാൾ തങ്ങളുടെ മധ്യത്തിൽ എത്തിച്ചേർന്നു. പല ജോലിവേലകൾ അദ്ദേഹം ചെയ്തു. പല സമയങ്ങളിലും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഈ സുന്ദരിയായ യുവതിയെ കാണുവാനും ഇന്ററാക്ട് ചെയ്യുവാനും ഒക്കെ അവസരം ലഭിച്ചു. അങ്ങനെ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ജോലികളും ഉത്തരവാദിത്തോടുകൂടി ആ സമൂഹത്തോട് ചേർന്ന് നിർവഹിക്കുകയും അവരുടെ ഭക്ഷണം കഴിക്കുകയും അവരുടെ സംസ്കാരത്തിന് തന്നെ ഭാഗമായി തീരുവാനായിട്ട് ഈ യുവാവിന് ഇടയായി. അങ്ങനെ മുൻപോട്ട് പോകുന്ന അവസരത്തിൽ ഈ സുന്ദരിയായ യുവതി ഇദ്ദേഹത്തിൽ ആകർഷിതനാകുകയും അവൾ ഒരിക്കൽ കടന്നു വന്നിട്ട് പറഞ്ഞു, നിന്നെ എനിക്ക് വളരെ ഇഷ്ടമാണ് എന്നുള്ള ഒരു വാക്ക്. അദ്ദേഹത്തിന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ആ നിമിഷത്തിനു വേണ്ടിയായിരുന്നു അദ്ദേഹം നോക്കിക്കാത്തിരുന്നത്. ആ നിമിഷം ഈ രാജകുമാരൻ പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്നത് പോലെ ഞാൻ സാധാരണ ഒരു വ്യക്തിയല്ല. ഞാനൊരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, രാജകുമാരനാണ്. എനിക്ക് വിവാഹം കഴിക്കുവാനായിട്ടുള്ള ഒരു സ്ത്രീയെ അന്വേഷിച്ച് എൻ്റെ ഭാര്യയായി തീരാനുള്ള, ഈ രാജ്യത്തെ ഭരിക്കാനായിട്ടുള്ള, രാജ്ഞിയായി തീരുവാനായിട്ടുള്ള ഒരു ജീവിത പങ്കാളിയെ അന്വേഷിച്ച് ഞാൻ ഇറങ്ങി തിരിച്ചതാണ്. നിന്നെ എനിക്ക് ഇഷ്ടമായി, നിന്നിൽ നിന്ന് ഇത് കേൾക്കുവാൻ ഞാൻ ഇത്ര നാളും കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ഈ സ്റ്റോറി ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ സ്റ്റോറിക്ക് നമ്മളൊരു പേരിടുകയാണെങ്കിൽ ഈ ക്രിസ്മസ് ദിനത്തിൽ ആ സ്റ്റോറിയുടെ പേരാണ് ഇമ്മാനുവേൽ, ഗോഡ് വിത്ത് അസ്. ദൈവം മനുഷ്യനായി പിറന്ന, മനുഷ്യനായി അവതരിച്ച ഒരു വലിയ സംഭവമാണ്, വലിയ ചരിത്രമാണ് ക്രിസ്മസ് നമുക്ക് വരച്ചു കാട്ടുന്നത്. സ്വർഗത്തിലെ എല്ലാ മഹിമകളും വെടിഞ്ഞ് നമ്മളിലൊരായി, മനുഷ്യനായി നമ്മുടെ ഇടയിലേക്ക് നമ്മുടെ സ്നേഹത്തിനു വേണ്ടി കാതോർത്തിരിക്കുന്ന മണവാളനായ ക്രിസ്തു നമ്മളെ ഓരോരുത്തരെയും കാത്തിരിക്കുകയാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് കർത്താവിനോട് പറയുവാനായിട്ട് നമ്മുടെ ജീവിതത്തിലൂടെയും നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയും കർത്താവ് കാത്തിരിക്കുന്നു. ഇന്ന് ആർഭാടപൂരമായ ആഘോഷങ്ങളിലും അതുപോലെ ക്രിസ്മസ് സെലിബ്രേഷൻസിലുമൊക്കെ നാം ഒരുമിച്ചായിരിക്കുമ്പോൾ ഈ ക്രിസ്തു നമ്മിൽ നിന്ന് അന്യം നിന്ന് പോയിട്ടുണ്ടോ? ആർ വി സെലിബ്രേറ്റിംഗ് എ റൈറ്റ് ക്രിസ്മസ്? നാം ഒരു യഥാർത്ഥ ക്രിസ്മസ് ആണോ ആഘോഷിക്കുന്നത്? ഈ ഒരു ചോദ്യം ഇന്നത്തെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ ക്രിസ്തു നമ്മളോട് ചോദിക്കുകയാണ്. ക്രിസ്തുവില്ലാത്ത ആഘോഷങ്ങളിലേക്ക് ഇന്ന് കൂപ്പുകുത്തിയിരിക്കുന്ന ക്രിസ്ത്യാനികളെയും ഈ ലോകത്തെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഈ ഒരു അന്തരീക്ഷത്തിൽ നമ്മുടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു ക്രിസ്തുവിനെയാണ് ലോകം നമുക്ക് വരച്ചു കാട്ടുന്നത്, ചരിത്രം നമുക്ക് വരച്ചു കാട്ടുന്നത്.
ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായിട്ട് തരംതിരിച്ചുകൊണ്ട് കീറിമുറിച്ചുകൊണ്ട് ചരിത്ര പുരുഷനായി തീർന്ന ക്രിസ്തുവിനെയാണ് ക്രിസ്മസ് നമുക്ക് വരച്ചു കാട്ടുന്നത്. AD എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം തന്നെ അന്നോ ഡൊമിനി എന്നാണ്, രക്ഷകന്റെ പുണ്യ അവതാരം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. BC എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിന് മുമ്പ്. ചരിത്രം തന്നെ രണ്ടായി കീറി മുറിക്കപ്പെട്ടു, ആർക്കും നിഷേധിക്കുവാനായിട്ട് കഴിയുകയില്ല. ഈ ക്രിസ്മസ് നമ്മളെ ഓർപ്പിക്കുന്ന ചില ചിന്തകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ പ്രിയമുള്ളവരെ. ക്രിസ്മസ് ഒന്നാമത് പറയുന്നത് നമ്മൾ ചിന്തിച്ച കഥ പോലെ തന്നെ ഐ ആം വിത്ത് യു, യു ആർ നെവർ എലോൺ എന്നുള്ള ഒരു ചിന്തയാണ്. നീ ഒരിക്കലും തനിച്ചല്ല എന്ന് നമ്മളെ കർത്താവ് ഓർപ്പിക്കുകയാണ്. നിന്റെയും എന്റെയും ജീവിത സാഹചര്യങ്ങളിൽ, നിന്റെയും എന്റെയും ഭയപ്പെടുത്തുന്ന അന്തരീക്ഷത്തിൽ, ഒറ്റപ്പെടുത്തുന്ന അന്തരീക്ഷത്തിൽ, ആരും എന്നോട് കൂടെയില്ല എന്ന് തോന്നിച്ച് ഭീതിയോടെ വാതിൽ അടച്ചിരിക്കുന്ന അന്തരീക്ഷത്തിൽ ക്രിസ്തു പറയുന്നു ഐ ആം വിത്ത് യു, ഐ വിൽ നെവർ ലീവ് യു ആൻഡ് ഫോർസേക്ക് യു. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മോട് കൂടെ നടക്കുവാൻ, നമ്മോടുകൂടെ അന്തിയുറങ്ങുവാൻ, നമ്മോടുകൂടെ സഹവർത്തിത്വം ഭവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്തുവാണ് ഈ ക്രിസ്മസിൽ നമ്മോട് കൂടെയുള്ളത്. ഈ രക്ഷകനെ നെഞ്ചിലേറ്റാനായിട്ട് നമുക്ക് സാധിച്ചാൽ ജീവിതം ഉല്ലാസമായിട്ട് തീരും. ക്രിസ്തു ഉണ്ടെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടേണ്ടുന്ന കാര്യങ്ങളില്ല. രണ്ടാമത്തെ ചിന്ത നമുക്ക് ക്രിസ്മസ് വരച്ചു കാട്ടുന്ന ചിന്ത എന്ന് പറയുന്നത് ഒരു സെക്കുലർ ഗോഡിനെയാണ് ക്രിസ്മസ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മതത്തിനപ്പുറമായ വേലിക്കെട്ടുകളിലേക്ക് സഞ്ചരിക്കുവാൻ കഴിയുന്ന ഒരു ക്രിസ്തുവിനെ ഈ ക്രിസ്മസ് വരച്ചു കാട്ടുകയാണ്. വ്യത്യസ്തതകളില്ലാതെ, മതവിഭാഗങ്ങൾക്കിടയിലുള്ള വേലിക്കെട്ടുകളില്ലാതെ, രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ, പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ക്രിസ്തുവിന്റെ ജനനം ഇന്ന് നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ക്രിസ്തു, എല്ലാവർക്കും വേണ്ടി ലോകത്തിലേക്ക് പിറന്ന ക്രിസ്തു ക്രിസ്ത്യാനികളുടേതെന്ന് ആർക്കും ഹോൾഡ് ചെയ്യുവാനോ ക്ലെയിം ചെയ്യുവാനോ കഴിയുകയില്ല. എല്ലാവർക്കും വേണ്ടി വന്ന രക്ഷകനെയാണ് ക്രിസ്മസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു മതേതര ദൈവത്തിന്റെ എല്ലാവരെയും സ്നേഹിക്കുന്ന ക്രിസ്തുവിനെ നമുക്കെല്ലാവർക്കും വേണ്ടി ക്രിസ്മസ് നമുക്ക് വരച്ചു കാട്ടുകയാണ് പ്രിയമുള്ളവരെ. അതുപോലെ തന്നെ ഈ ക്രിസ്മസ് നമ്മളെ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ചില അസാധാരണമായിട്ടുള്ള കൂടിച്ചേരലുകളുടെ ഉത്സവമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എക്സ്ട്രാ ഓർഡിനറി യൂണിയൻ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ആദ്യത്തെ ക്രിസ്മസിന്റെ അനുഭവത്തിൽ നമുക്ക് ചില യൂണിയൻസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മേരിയും എലിസബത്തും തമ്മിൽ യേശു കർത്താവിന്റെ ജനന വാർത്ത ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ ആ സന്തോഷ വാർത്ത അറിയിക്കാനായിട്ട് 120ഓളം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് മറിയ എലിസബത്തിന്റെ അടുക്കലേക്ക് എത്തുന്നു. അസാധാരണമായ ഒരു കൂടിക്കാഴ്ചയല്ലേ അത്? അതിനുശേഷം ക്രിസ്തുവിന്റെ ജനന സമയത്ത് സംഭവിക്കുന്നു എന്ത് തന്നെയാണ്? സമൂഹത്തില് എങ്ങും ഇല്ലാത്ത, ആരും ശ്രദ്ധിക്കപ്പെടാത്ത, സമൂഹം അവിശ്വസ്തരായിട്ട് അവഗണിക്കപ്പെട്ടിരുന്ന ആട്ടിടയന്മാരും ഏറ്റവും സമൂഹത്തിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന വൈസ്മെൻസ് എന്ന് പറയുന്ന വിദ്വാൻമാരും ഒരുമിച്ച് യൂണിയനാകുന്ന, ഒരുമിച്ച് ഒന്നുചേരുന്ന ഒരു സംഗമം അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതൊരു അസാധാരണമായ യൂണിയന്റെ, ഒന്നുചേരലിന്റെ അനുഭവമാണ്. നമ്മുടെ ക്രിസ്മസ് അനുഭവങ്ങൾ നാം ഒരുമിച്ച് കൂടിച്ചേരുമ്പോൾ, പുതിയൊരു വർഷത്തെ നമ്മൾ വരവേൽക്കുമ്പോൾ നമ്മുടെ ഇടയിലെ പിണക്കങ്ങളും വൈരാഗ്യങ്ങളും ഒക്കെ ദൂരെ എറിഞ്ഞുകൊണ്ട് ഒന്നായി തീരാനായിട്ട് നമ്മുടെ കുടുംബങ്ങളിലെ യൂണിയനുകളൊക്കെ പലതരത്തിലുള്ള മുറിപ്പെടുത്തുന്ന ജീവിത അനുഭവങ്ങളൊക്കെ വലിച്ചെറിയുവാനായിട്ട്, മറന്നു കളയുവാനായിട്ട് നമുക്കിടയായി തീരണം. അസാധാരണമായ കൂടിച്ചേരലുകൾക്ക് വളരെ പ്രസക്തിയുണ്ട് ഈ ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ. ഇത് വെറും ആഡംബരങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ഉത്സവമായിട്ട്, ചിലരെ സംബന്ധിച്ചിടത്തോളം ഹ്യൂജ് ഓഫേഴ്സിന്റെ ഒരു ഉത്സവമായിട്ട്, ചിലരെ സംബന്ധിച്ചിടത്തോളം മദ്യപാനത്തിന്റെയും മദ്യം കൂടുതൽ വിറ്റഴിയപ്പെടുന്നതിന്റെയും അവസരങ്ങളായിട്ടൊക്കെ ക്രിസ്മസ് മാറുമ്പോൾ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ക്രിസ്മസ് യഥാർത്ഥമായിട്ട് ഉൾക്കൊള്ളുവാനും ആഘോഷിക്കുവാനായിട്ടും ദൈവം നമ്മളെ സഹായിക്കട്ടെ. വരവേൽക്കാനായിട്ടിരിക്കുന്ന പുതുവർഷം നമുക്ക് ഏറ്റവും നന്മയുടേതായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈബിൾ സൊസൈറ്റി കേരള ഓക്സിലറിയിലെ മുഴുവൻ ആളുകളുടെയും പേരുള്ള എല്ലാ ആശംസകളും ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഏറ്റവും ഹൃദ്യമായിട്ടുള്ള ശാന്തിയുടെയും സമാധാനത്തിന്റെയും ദൂത് കൈമാറുന്ന ക്രിസ്മസ് ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.